ും മുസ്ലിംകൾ എന്നും ഒന്നിച്ചു നിൽക്കുന്നത്, സ്നേഹത്തോടെ നിൽക്കുന്നത് ഹുബ്ബുർ റസൂൽ, മഹബ്ബത്തുർ റസൂൽ. ഈമാൻ എന്ന് പറയുന്ന കരുത്താണ്, മഹബ്ബത്ത് എന്ന് പറയുന്ന ആ ഒരു ദീപശിഖയിലാണ് മുസ്ലിംകൾ ഒന്നിച്ചു നിൽക്കുന്നത്. ആത്മീയതയാണ് അവരുടെ വിജയത്തിന്റെ വഴി എന്ന് കണ്ടപ്പോൾ ആ ആത്മീയതയെ നശിപ്പിക്കാൻ വേണ്ടി നിരവധി ആളുകളെ വേഷം കെട്ടി ഇറക്കുകയും വ്യാജ ആത്മീയ സിദ്ധന്മാരെ നായകന്മാരാക്കി ഇറക്കിക്കൊണ്ട് പല പ്രസ്ഥാനങ്ങളും ബ്രിട്ടീഷുകാരൻ ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ മുസ്ലിംകൾ ആത്മീയതയിൽ നിന്നും മാറ്റിയെടുത്ത് കേവലം ഭൗതികതയുടെ മാത്രം ആളുകളായി മാറിയാൽ അവർക്കെപ്പോഴും പേടിയുണ്ടാകും, ആശങ്കകൾ ഉണ്ടാകും. അവരൊരിക്കലും തന്നെ ഈ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ വരില്ല എന്ന് വ്യാമോഹിച്ചവരായിരുന്നു അവർ. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട്, ഇവിടുത്തെ ഔലിയാക്കന്മാരുടെയും മഹത്തുക്കളായ ഉലമാക്കളുടെയും സേവനം കൊണ്ട് മുഅ്മിനീങ്ങൾ ആത്മീയതയിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് പിഴച്ചുപോയ പ്രസ്ഥാനക്കാർ, ഭൗതികമായ താല്പര്യങ്ങളും അധികാരമോഹങ്ങളും മാത്രം വെച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇസ്ലാമിന്റെ പേരിൽ ഞങ്ങളാണ് ഇസ്ലാമിന്റെ വക്താക്കൾ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ മൊത്തം മുസ്ലിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അതുണ്ടായിക്കൂടാ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും. കേരളത്തിലെ 90% മുകളിൽ 95% മുസ്ലിങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ആ വിശ്വാസമാണ്, ആ വിശ്വാസധാരയാണ്, ആ കർമ്മ മണ്ഡലവും പ്രവർത്തനവുമാണ് നമ്മെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് പൂർവസൂരികളായ മഹത്തുക്കൾ കാണിച്ചു തന്ന സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും അയൽപക്ക സ്നേഹത്തിന്റെയും ആദരവിന്റെയും മാതാപിതാക്കൾ ഗുരുനാഥന്മാരെയും ആദരിക്കുന്ന, മുതിർന്നവരെ ബഹുമാനിക്കുന്ന, ചെറിയവരെ സ്നേഹിക്കുന്ന കാരുണ്യത്തിന്റെ ജീവിതവുമായി നമുക്ക് മുന്നോട്ട് പോകണം.